നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുറം വേദന അഥവാ ബാക്ക് പെയിനെ കുറിച്ചാണ്. നട്ടലിന്റെ അടിഭാഗത്തുണ്ടാകുന്ന തകരാറുകളാണ് സാധാരണയായി പുറം വേദനയ്ക്ക് കാരണമായിട്ടുള്ളത്. കഴുത്തിന്റെ ഭാഗത്ത് നട്ടലിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിന് കാരണമായി തീരാം. പുറം വേദന എന്ന് പറയുമ്പോൾ ചില ഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ മുഴുവനായോ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. മാംസപേശികൾക്കുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം, കോച്ചിപ്പിടുത്തം ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ്. ഇതുകൂടാതെ അമിതമായ ഭാരം വാക്കില്ലാതെ ഉയർത്തുക, വെട്ടിത്തിരിയുക, അമിതവണ്ണം ഇതെല്ലാം കാരണങ്ങളാണ്. പ്രഗ്നന്റ് ലേഡീസിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. കൂടാതെ നട്ടലിന്റെ ഡിസ്ലൊക്കേഷൻ, നട്ടലിൽ വളവുണ്ടാകുക, അതായത് സ്കോളിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇതെല്ലാം കാരണങ്ങളാണ്. ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ്. പുറം വേദനയോടൊപ്പം കൈകാലുകളിൽ മരവിപ്പ്, വേദന എന്നിവയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം കുറച്ചുകൂടി സീരിയസ് ആയി കണ്ട് എത്രയും വേഗം ഡോക്ടറെ കണ്ട് സ്കാനോ എക്സ്റേയോ എടുത്ത് രോഗനിർണയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുറം വേദനയ്ക്ക് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നമുള്ള എല്ലാവരും റെഗുലറായി എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പുറം വേദന അമിതമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ശരിയായ വ്യായാമം ചെയ്യുക. കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നം മാറ്റാനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന കസേര, മേശ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ്. ഇനി പറയുന്നത് ആയുർവേദ വിധിപ്രകാരം ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തുടക്കത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റമൂലിയാണ് ഇനി പറയുന്നത്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ചീന തിപ്പല്ലിയാണ്. ചീന തിപ്പല്ലി എടുത്ത ശേഷം പാലിൽ അരച്ച് വെറും വയറ്റിൽ രാവിലെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാകാൻ സാധിക്കുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 60 ഗ്രാം കുറുന്തോട്ടി സമൂലം എടുത്ത് നുറുക്കി ചതച്ച് കഷായം വെച്ച ശേഷം 4-1 ഊറ്റിയെടുത്ത് 3 ഭാഗമാക്കി ഒരു ഭാഗം വീതം 3 നേരം ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ തുടർച്ചയായി ചെറു ചൂടോടെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പുറം വേദനയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ പുറം വേദന എന്തുകൊണ്ടാണെന്ന് തുടക്കത്തിൽ അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ കൂടുതൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.